ഹലോ, നമ്മൾ ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ സ്ലൈസായിട്ട് മുറിച്ചിട്ടാണ് മിക്സീൻ്റെ ജാറിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളത് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒന്ന് വന്നിട്ട് ചുടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല തെളിച്ചതല്ല, മീഡിയം ഹോട്ട് വാട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വരാം. നമുക്ക് തേങ്ങ എല്ലാം നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളുടെ തേങ്ങ വന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡായിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റെസിപ്പീന് ഒന്നാം പാൽ മാത്രം ആവശ്യമുള്ളൂ. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് എക്സ്ട്രാക്റ്റ് ആക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് ഈ ഗ്രൈൻഡാക്കിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതിനെ ക്ലീനാക്കി എടുത്താൽ നമ്മളുടെ തേങ്ങാപ്പാൽ തയ്യാറാണ്. തേങ്ങാപ്പാലിൻ്റെ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കിൻ്റെ ബെനിഫിറ്റ്സ് പറയാം. റിച്ച് ഇൻ ഫൈബർ, റിലാക്സസ് മസിൽസ് ആൻഡ് നെർവ്സ്, മെയിൻറ്റെയിൻസ് ബ്ലഡ് ഷുഗർ, കോൺട്രിബ്യൂട്ട്സ് ടു സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബോൺസ്, പ്രിവെൻറ്റ്സ് ഹാർട്ട് ഡിസീസ്, ഇൻക്രീസസ് സ്റ്റാമിന, ഫൈറ്റ്സ് ഇൻഫെക്ഷൻ. ബിഗിനേഴ്സിനാണ് തേങ്ങാപ്പാൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് വീഡിയോയിൽ. എനിക്ക് കോൾഡാണ്, അതാണ് കുറച്ച് വോയിസ് വന്നിട്ട് ഡിസ്റ്റർബ് ആയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ടും തേങ്ങാപ്പാൽ എക്സ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടും നിങ്ങൾ തേങ്ങാപ്പാൽ എക്സ്ട്രാക്ട് ചെയ്യുക. ഈ റെസിപ്പി വന്നിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കോക്കനട്ട് മിൽക്ക് വന്നിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്കാണ്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലും കോക്കനട്ട് മിൽക്കിൻ്റെ പാക്കറ്റ്സ് കിട്ടും, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളുടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എക്സ്ട്രാക്ട് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട് തേങ്ങാപ്പാൽ. നമുക്ക് വെറും ഒന്നാം പാൽ മതിയാവും, രണ്ടാം പാൽ മൂന്നാം പാൽ ആവശ്യമില്ല. നമുക്ക് തിക്ക് കോക്കനട്ട് മിൽക്കാണ് ഈ റെസിപ്പീന് ആവശ്യം. ഇത് വന്നിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കോക്കനട്ട് മിൽക്ക് ജാഗ്രിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു കപ്പ് വന്നിട്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നമുക്ക് അരിപ്പൊടി വന്നിട്ട് ഒരു പാനിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നമുക്ക് എണ്ണയോ ഒന്നും വേണ്ട, നെയ്യോ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ആ അരിപ്പൊടീൻ്റെ സ്മെല്ലൊക്കെ അരോമൊക്കെ വരാൻ തുടങ്ങണ വരെ ഒരു 5 to 6 മിനിറ്റ്സ് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇത് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റിൽ വന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടീനെ ഒന്ന് ട്രാൻസ്ഫർ ആക്കി കൊടുക്കുക. ഈ അരിപ്പൊടീനെ ട്രാൻസ്ഫർ ആക്കിയതിന് ശേഷവും നമ്മൾ ഒരു സ്പാറ്റുല വെച്ചിട്ട് എല്ലാം ഒന്ന് സ്പ്രെഡാക്കി വിടാം, അല്ലെങ്കിൽ ഫാനിൻ്റെ താഴെ വെച്ചാലും മതിയാവും. ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വരാൻ വേണ്ടി തണുക്കാൻ വയ്ക്കുക. ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ വേഗം അത് റൂം ടെമ്പറേച്ചറിൽ വരും അരിപ്പൊടി. ഇവിടെ ഞാൻ ഒരു കപ്പാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അതിലെ ഒരു 20 to 25 നമ്പേഴ്സ് ഓഫ് സ്വീറ്റ് കിട്ടും നിങ്ങൾക്ക്. ഒരു കപ്പ് അരിപ്പൊടി എടുത്താൽ അതേ മെഷർമെൻറ്റിൽ നമുക്ക് ക്രഷ്ഡ് ആയിട്ടുള്ള ജാഗ്രിയാണ്, വെല്ലത്തിൻ്റെ പൊടിയാണ്, വെല്ലം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ പാനിലിട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ജാഗ്രി എല്ലാം ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വിടാം. ലംസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ജാഗ്രീനെ മെൽട്ടാക്കണം. നമ്മളുടെ ജാഗ്രി വെല്ലമൊക്കെ നന്നായിട്ട് മെൽട്ടാവാൻ തുടങ്ങി, നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞു. ഇത് ബോയിലാവാൻ തുടങ്ങുമ്പോൾ, ഇത് ജാഗ്രി നന്നായിട്ട് ബോയിലാവുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് ബോയിലാവാൻ തുടങ്ങും. ഈ സ്റ്റേജിൽ വന്നിട്ട് ഒരു 2 മിനിറ്റ്സ് ബോയിലാവാൻ തുടങ്ങട്ടെ ഈ തേങ്ങാപ്പാലും ഈ ജാഗ്രി എല്ലാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. നല്ല തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായില്ലേ, ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ അരിപ്പൊടി, അതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സിമ്മിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കണേ. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ആ ലംസ് എല്ലാം ഒന്ന് ബ്രേക്ക് ആക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണേ. ഈ അരിപ്പൊടി വന്നിട്ട് ഈ വെല്ലവും ഈ വെള്ളത്തിൻ്റെ സിറപ്പ് ഉണ്ടാക്കിയില്ലേ ഇപ്പം നമ്മൾ, അതിലെല്ലാം നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ആക്കി കൊടുത്തത്, അതിലെന്നെ നന്നായിട്ട് വേവിക്കണം, നന്നായിട്ട് ബോയിൽ ചെയ്യണം, അതിനെ നന്നായിട്ട് കുക്ക് ചെയ്യണം.
ഒരു 10 മിനിറ്റ്സ് വരെ നമ്മൾ സിമ്മിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് നന്നായിട്ട് കുക്കായ അതിൻ്റെ ഒരു നല്ലൊരു സ്മെൽ വരും. ലംസ് എല്ലാം ബ്രേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ജാഗ്രി പറയാം. പ്യൂരിഫൈസ് ബ്ലഡ്, improves metabolism, improves digestive process, filled with minerals and ions, improves nervous system, improves vision. ഇതൊക്കെയാണ് ജാഗ്രീൻ്റെ വെല്ലത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇപ്പോൾ വന്നിട്ട് ഈ അരിപ്പൊടി ഈ ഡോയിൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം കുക്കായതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ നമുക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 2 to 5 മിനിറ്റ്സ് നന്നായിട്ട് അതിനെ മിക്സാക്കി കൊടുക്കണേ. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. നന്നായിട്ട് കുക്കാക്കണേ. ഇത് കുക്കായതിന് ശേഷം ഇതിൽ നിന്ന് ഗീ റിലീസ് ആവാൻ തുടങ്ങും. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇതാ ഇപ്പം നമ്മളുടെ ഡോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് ഒന്ന് റൂം ടെമ്പറേച്ചർ വരുന്ന വരെ നമുക്ക് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഏത് ഷേപ്പ് വേണോ, നിങ്ങൾക്ക് ബോൾസ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ പേട ഈ ഷേപ്പിൽ നിങ്ങൾക്ക് പേട ഉണ്ടാക്കാം. റൈസ് പേട നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണോ, നിങ്ങൾക്ക് ബോൾ ഷേപ്പ് ഏത് ഷേപ്പിൽ വേണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാനാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ ഷുഗർ ചേർത്തിട്ടില്ല. ജാഗ്രിയും കോക്കനട്ട് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. കോക്കനട്ട് മിൽക്കും ജാഗ്രിയും കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ രണ്ടും നിങ്ങളുടെ വീട്ടിൽ, ഈ 3 ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ വീട്ടിലുള്ളതാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.